സുപ്രീം കോടതി ബംഗാളിലെ SIR പ്രക്രിയ നിരീക്ഷിക്കാൻ ജഡ്ജിമാരെ നിയോഗിച്ചല്ലോ. അപ്പൊ ഏകദേശം 50 ലക്ഷത്തോളം അപേക്ഷകളും പരാതികളും ആണ് ഉള്ളത് ജഡ്ജിമാരുടെ മുമ്പിൽ. അപ്പൊ SIR മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാഗ്യം മാറ്റിക്കുറിക്കുമോ സാർ? നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടുള്ള എവിടുന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ബീഹാർ നിന്നാണ് തുടങ്ങി വെച്ചത്. ബീഹാറിലെ ഇലക്ഷനിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള SIRന്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു പ്രക്രിയ തുടങ്ങിയത്. അതിന് നമുക്കറിയാം, ബീഹാറിൽ തുടങ്ങിയപ്പോൾ ഒരു വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കി. ഇവർ പറഞ്ഞു അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. ആ കേസ് ഇൻഫാക്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ കേസ് കഴിഞ്ഞിട്ടില്ല. ചിലരുടെ വിചാരം ആ കേസ് കഴിഞ്ഞതല്ല. ഇപ്പൊ ബീഹാർ SIR സുപ്രീം കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ നടന്ന ഈ പറഞ്ഞ മാതിരി ഈ SIR ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് നമുക്ക് നടത്തേണ്ടതാണ് റെഗുലർ ആയിട്ട്. പക്ഷെ 2002, 2003 കഴിഞ്ഞിട്ട് പിന്നെ SIR നടന്നിട്ടില്ല. അത് ചില കാരണങ്ങളുണ്ട് അതിന്. കുറെ ഒന്ന്, ഇൻഎഫിഷ്യൻസി ആയിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ. രണ്ടാമത്തത്, അപ്പോഴത്തെ ഗവൺമെന്റ് അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു വേറൊരു കാര്യം. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അത്ര സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഡാറ്റാബേസ് ഇറ്റ്സെൽഫ് വാസ് കറപ്റ്റ് കംപ്ലീറ്റ്ലി. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഓൾമോസ്റ്റ് ഒരു 60 ലക്ഷം പേര് ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റി. ഓക്കെ, 60 ലക്ഷം പേര്. അതാണ് ഇലക്ഷനെ ബാധിച്ചു എന്നാണ് RJDയും കോൺഗ്രസും പറയുന്നത്. ഇവര് മെയിൻ ആയിട്ട് എക്സ്ക്യൂസ്, അത് പിണറായി വിജയൻ ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, മമതാ ബാനർജി ആവട്ടെ, ആരായാലും അവർ പറയുന്നത് നിങ്ങൾ മാറ്റുന്ന പേരുകളെല്ലാം മുസ്ലിംസ് ആണ്, ദലിത് ആണ്, ഈ പറഞ്ഞ മാതിരി വേറെ മാർജിനൈസ് സെക്ഷൻസ് OBCs ആണ്, ഇവരൊക്കെയാണ് നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഇലക്ഷൻ കമ്മീഷന്റെ ലിസ്റ്റിൽ എവിടെയും ഒരാളുടെ പേരിന്റെ പിന്നിൽ ദലിത് എന്ന് പറഞ്ഞാൽ എഴുതില്ല, അല്ലെങ്കിൽ SC ആണോ ST ആണോ എന്ന് എഴുതില്ല. മുസ്ലിംസ് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. മുസ്ലിംസിനെ പറ്റി പറയുമ്പോൾ അവരുടെ പേര് കണ്ടാൽ നമുക്കറിയാം മുസ്ലിംസ് ആണ്. പക്ഷെ എവിടുന്നാണ് പിന്നെ ഈ പ്രക്രിയയുടെ ഒരു മെയിൻ കാര്യം, ആദ്യം നമ്മളിപ്പോ കേരളത്തിൽ നടന്നാണല്ലോ. അപ്പോ അവിടെയും കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. ഈ മെയിൻ പ്രൊസീജിയർ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനും അല്ല, റിവിഷനും അല്ല. അതിന്റെ അർത്ഥം 2002, 2003 ആ കാലഘട്ടത്തിൽ അന്ന് നിങ്ങളുടെ പേര് വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് വോട്ടിംഗ് ഏജിനെക്കാട്ടും കുറവായിരുന്നു നിങ്ങളുടെ ഏജ്. ഫോർ എക്സാമ്പിൾ അന്ന് 18 വയസ്സോ 16 വയസ്സായിരുന്നു, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് നിങ്ങളൊരു അന്ന് 21 വയസ്സ് വോട്ടിങ്, പിന്നെ കുറച്ച് 18 ആക്കിയതാണ്. അപ്പൊ 21 ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഏത് 2005, 2006, 2009 എപ്പോഴെങ്കിലും ഇലക്ഷൻ വന്നപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അസംബ്ലി ആവട്ടെ, സ്റ്റേറ്റ് അസംബ്ലി ആവട്ടെ, ലോക്സഭ ആവട്ടെ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രൊസീജിയറിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മുടെ ആബ്സെന്റ്, ആളെ കാണാനില്ല. വീട്ടിൽ പോയി ലിസ്റ്റ് ഫോം കൊടുക്കാൻ പോയപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാർ വീട്ടിൽ അങ്ങനെ ഒരാൾ തന്നെ ഇല്ല, ആ അഡ്രസ്സിൽ ആളില്ല. ഓക്കെ, അപ്പോൾ ആബ്സെന്റ്. അവർ 1-2 പ്രാവശ്യം കൂടി പോവും. അപ്പൊ ലാസ്റ്റ് ഒരു ആബ്സെന്റ് എന്ന് മാറും. പിന്നെ ഡൈഡ്, മരിച്ചുപോയി. ഓക്കെ, മരിച്ചുപോയ ആൾക്കാർ ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റിക്കളയും. അതെങ്ങനെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഡാറ്റാബേസ് ഉണ്ടാവും, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ. അവിടെ തെലങ്കാനയിലുണ്ട്, ഞങ്ങളവിടെ. ആരെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി അവിടുത്തെ ലോക്കൽ, ഞങ്ങളുടെ ഒരു സേവ എന്ന് പറയും, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അവിടെ എന്താണ് പരിപാടി, ഓൺലൈൻ ഇതാണ്, അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 മുനിസിപ്പൽ കോർപ്പറേഷൻ 2 പേര് വീട്ടിലേക്ക് വരും. അവർ ഒന്നിനും നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ പ്രൂഫ് എല്ലാം ചോദിക്കും, ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ അവരുടെ അടുത്തും അവരൊരു വിറ്റ്നസ് സിഗ്നേച്ചർ വാങ്ങും. അങ്ങനെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്ന സിസ്റ്റത്തിൽ. നെക്സ്റ്റ് ഇസ് ഷിഫ്റ്റഡ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ആള് മാറിപ്പോയി. എങ്ങോട്ട് പോയി? അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയി കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മൾ ബംഗാളിന്റെ കാര്യം പറയുന്നത് ബീഹാറിൽ പോയി കാണും, അല്ലെങ്കിൽ ഡൽഹിക്ക് പോയി കാണും, അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോയി കാണും, എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ഇവൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ആൾ അവിടെ ഇല്ല, ഷിഫ്റ്റായി, പെർമനന്റ്ലി ഷിഫ്റ്റ്. നാലാമത്തത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്. എന്നാൽ ഒരാൾക്ക് ഒരു ID കാർഡിനേക്കാളും കൂടുതലുണ്ടാവും. ഇതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ ഒരിക്കൽ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് രജിസ്റ്റർ ചെയ്ത് അവിടെ വോട്ട് ചെയ്തു.
ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ജോലി മാറി എറണാകുളത്തേക്ക് വന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വന്നു, അവിടെ പിന്നെ രജിസ്റ്റർ ചെയ്തു. പഴയത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് ചെയ്യണം. ചിലർ ചെയ്യില്ല. ഇപ്പൊ 2 കാർഡ് ഉണ്ടാവും. അത് ഇലക്ഷൻ കമ്മീഷൻ പണ്ട് ഈ നോൺ കമ്പ്യൂട്ടറൈസേഷന്റെ സമയത്ത് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടണം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സിനെ അങ്ങനെയാണ് ബീഹാറിന് ഓൾമോസ്റ്റ് 68 ലക്ഷം പേരെ മാറ്റി. ബംഗാളിൽ വന്നപ്പോൾ ഒരു അഡീഷണൽ പ്രോബ്ലം വന്നു തുടങ്ങി. അവിടെ ഒരാൾക്ക് 430 കുട്ടികളുണ്ട്. ഒരാൾക്ക് 228 കുട്ടികളുണ്ട്. ഇവരെന്താ ചെയ്തത്? ഇവരൊക്കെ ബംഗ്ലാദേശിൽ വന്ന പാർട്ടികളാണ്. ഇവരെന്ത് ചെയ്തു? ഏതെങ്കിലും ഒരാളുടെ പേരെടുത്ത്, അയാളുടെ അഡ്രസ്സ് എടുത്ത്, ഇയാൾ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യും. അയാളുടെ മാതിരി തന്നെ വേറൊരു 400 പേര് അതേ പരിപാടി ചെയ്തു. ഇവരൊക്കെ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യണത്? പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പിന്നെ ഇപ്പൊ മമതാ ബാനർജി ലാസ്റ്റ് ഒരു 15-20 കൊല്ലമായിട്ട് ചെയ്യുന്നത് ഈ കലാപരിപാടി. അങ്ങനെ കുറെ പേരെ പിടിച്ചു. ഈ 2 കാറ്റഗറിയിൽ ഒന്നുണ്ടായിട്ട് ഇപ്പൊ നടക്കുന്നത്, ആദ്യം നടക്കുന്ന സ്റ്റെപ്പ് പ്രോജനി മാപ്പിംഗ് എന്ന് പറയും. പ്രോജനി എന്ന് പറഞ്ഞാൽ കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ ആ സമയത്ത് വോട്ടിംഗ് ഏജ് ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ വോട്ടിംഗ് ഏജ് ആണ്. നിങ്ങളുടെ കുട്ടികൾ തന്നെയാണോ? എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ്. പക്ഷെ അവർ പറയും ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ല, വീട്ടിലെ ഡെലിവറി ആയിരുന്നു, അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്, അവിടെ വോട്ടിംഗ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ഫെയർ ഇനഫ്, നോ പ്രോബ്ലം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. സ്കൂള് പഠിച്ചിട്ടില്ല, സ്കൂൾ കയറി ഇറങ്ങിയിട്ട് തന്നെ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഇവരെ വോട്ടറായിട്ട് ഡിറ്റർമൈൻ ചെയ്യുക? ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അതിന് വേറെ വഴികൾ കുറേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവർ റേഷൻ കാർഡ് എടുത്തിട്ട് ഇവർ ആദ്യം ചെയ്യുന്ന ഒരു കലാപരിപാടി റേഷൻ കാർഡാണ്. അതിൽ കയറി, പണ്ട് ആധാർ ഉണ്ടായിരുന്നില്ല, റേഷൻ കാർഡ് ആയിരുന്നു ഒരു പ്രൂഫ്. അപ്പൊ അതിൽ കയറി പറ്റി അങ്ങനെ പേര് അതിൽ എൻട്രി ചെയ്യും. അപ്പൊ ഇവർ ചെക്ക് ചെയ്യും, നിങ്ങൾ ആ ഡോക്യുമെന്റ് കൊണ്ടുപോകാൻ, നിങ്ങളുടെ റേഷൻ കാർഡ് നോക്കട്ടെ. അപ്പൊ റേഷൻ കാർഡ് കൊണ്ടുവരും. അതിലെന്താ പേര് നോക്കുമ്പോൾ പേര് വേറെ ആയിരിക്കും. ഇയാളുടെ പേരല്ല അവിടെ കിടക്കുന്നത്, വേറൊരാളുടെ പേരാണ്. അപ്പൊ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുൾ ഖാൻ ആയിരിക്കും. പേര് തെറ്റി. അപ്പൊ ഇതിനെ അവർ മാറ്റി വേറൊരു ലിസ്റ്റിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ പേരാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി. എന്നാണ് ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അതിൽ വേറൊരു കാരണമുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിലുണ്ട്, ലക്ഷക്കണക്കിന് മുസ്ലിംസ്, മെയിൻലി മുസ്ലിംസ്, സഡൻലി ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി 2025 അപ്ലൈ ചെയ്തേക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ. സ്ത്രീ എന്തിന്? അവര് പറഞ്ഞു ഞങ്ങളുടെ കല്യാണം നടന്നു, ഇപ്പൊ തന്നെ നടന്നത്, 1 മാസമായിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. കല്യാണം ഇപ്പം നടന്നു, പക്ഷെ 2 കുട്ടികളുണ്ട്. ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഓരോ പറ്റിക്കൽ പരിപാടികൾ കുറേ ഉണ്ട് ബംഗാളിൽ. അതാണ് ബംഗാളിൽ മാത്രം ഈ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. തമിഴ്നാട്ടിലെ ലിസ്റ്റ് പബ്ലിഷ് ആയി 70 ലക്ഷം പേരാണ് ലിസ്റ്റ് മാറ്റി. 70 ലക്ഷം. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ, 2 കോടി. ഈ അന്യദേശത്തുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ വോട്ടർ അവകാശം കിട്ടും. ഇപ്പൊ പറഞ്ഞ മാതിരി അവർ അവിടുന്ന് വന്നു, ഇവിടെ താമസിക്കുന്നു, അവരുടെ കല്യാണം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ആഡഡ് അപ്പ് ആവുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ശരിക്കുമുള്ള ബംഗാളീസിന്, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഡിലീറ്റ് ആയി പോകുന്നു എന്നുള്ള ഒരു ടെൻഷൻ കാരണം മമതാ ബാനർജിക്ക് അതൊരു വലിയ അടിയാവില്ലേ? അവർക്ക് ആ ഭരണപക്ഷത്തില് അവർ നിൽക്കാൻ താല്പര്യപ്പെടുമോ? ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ബംഗാളിൽ ഒരു വിന്നിങ് ലൂസിങ് മാർജിൻ എന്ന് പറയും. തോറ്റ മാർജിൻ, വിന്നിങ് മാർജിൻ, ആവറേജ് അവിടുത്തെ 290 എത്ര സീറ്റുകളുണ്ട്, അതിൽ കോമൺ ഒരു ആവറേജ് മാർജിൻ വരുന്നത് 25,000 വോട്ടാണ്. ചില കോൺസ്റ്റിറ്റ്യുവൻസിൽ കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. 25,000 വോട്ട്. ഈ 25,000 പേര് ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് 1 കോടി ആൾക്കാരെ എടുത്തു കളഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ആവറേജ് ആയിട്ട് ഇത് 40,000 പേര് കാണാണ്ടാവും. അപ്പൊ മമതാ ബാനർജിക്ക് ടെൻഷൻ കൂടും. ആലോചിച്ചപ്പോ കേരളത്തില് 8 ലക്ഷം പേരെ ലിസ്റ്റിൽ നിന്ന് മാറ്റി. കുറവാണ്, ഏറ്റവും കുറവ് കേരളമാണ്. പക്ഷെ ഈ 8 ലക്ഷം പേരിൽ കുറെ പേര് ഈ പ്രാവശ്യത്തെ അവിടുത്തെ മുനിസിപ്പൽ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കള്ളവോട്ടല്ലേ? കള്ളവോട്ടാണ്. അപ്പൊ എന്താണ് കേരള ഗവൺമെന്റ് ഇത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ട്, SIR വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ഇലക്ഷൻ നടത്തിയതിന്റെ കാരണം ഇതാണ്. ബിക്കോസ് 8 ലക്ഷം പേര് കേരളത്തിൽ, 8 ലക്ഷത്തിൽ അറ്റ്ലീസ്റ്റ് 5 ലക്ഷം പേര്, 6 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരില്ല, ഇവരൊന്നും മരിച്ചുപോയി, അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോയി, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ആണ്. പക്ഷെ ഇവരൊക്കെ വോട്ട് ചെയ്തു. ഇതൊരു എൻക്വയറി വേണ്ട എന്ന് കാണിക്കാം. എങ്ങനെയാണ് ഈ
6 ലക്ഷം പേര് വോട്ട് ചെയ്തത്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ എടുത്തു കളഞ്ഞ 6 ലക്ഷം പേരിൽ എത്ര പേര് വോട്ട് ചെയ്തു? അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആയാലും ഈവൻ CPM, BJP ഒക്കെ ഡിമാൻഡ് ചെയ്യണം ഒരു എൻക്വയറി വേണം. നമുക്ക് നോക്കാം ഈ മുനിസിപ്പൽ ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും അവിടെ എത്ര പേരാണ് വോട്ട് ചെയ്തത്. ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റിയ 8 ലക്ഷം പേരിൽ എത്ര പേര് വോട്ട് ചെയ്തു? അപ്പൊ നമുക്കറിയാം. അതാണ് മമതാ ബാനർജിയുടെ പേടി. ഈ 25,000 പേര് മാർജിനാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും മമതാ ബാനർജിയുടെ പാർട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. 215 സീറ്റായിരുന്നു അവർക്ക് കിട്ടിയത് കഴിഞ്ഞ ഇലക്ഷനിൽ. അപ്പൊ അതിലൊരു 80-90 എണ്ണം പോയി കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ പാർട്ടി തോൽക്കും. അതാണ് മമതാ ബാനർജി എത്തക്കണമെന്ന് ചാടി സുപ്രീം കോടതി പോയി നിർത്താനൊക്കെ നോക്കി. പക്ഷെ അവസാനം സുപ്രീം കോടതി പറഞ്ഞു നമുക്കൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യം മമതാ ബാനർജിയുടെ ഗവൺമെന്റ് അഗ്രി ചെയ്യുന്നില്ല. മമതാ ബാനർജി പറഞ്ഞ കാര്യം ഇലക്ഷൻ കമ്മീഷൻ അഗ്രി. ഞങ്ങൾ അവിടുത്തെ ജൂനിയർ ജഡ്ജസ് എന്നാൽ നമ്മുടെ മുൻസിഫ് കോടതി, ഡിസ്ട്രിക്ട് ജഡ്ജസ്, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് അങ്ങനത്തെ ആൾക്കാർ, ഫാമിലി കോർട്ട് ഇങ്ങനത്തെ ജഡ്ജിമാരെ കൊണ്ടുവന്ന് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ്. ചില ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യും ഇവർ. ഫോർ എക്സാമ്പിൾ, ചില സ്ത്രീകൾ കല്യാണം കഴിയുമ്പോൾ അവരുടെ പേര് മാറ്റും, അതെ. സെക്കൻഡ് നെയിം മാറ്റും. ആക്ച്വലി അത് ചെയ്യാൻ പാടില്ല. അത് വല്ലാത്തൊരു ഇഷ്യൂ ആവും പിന്നെ. ബിക്കോസ് എല്ലാ സർട്ടിഫിക്കറ്റും മാറ്റേണ്ടി വരും. 10ാം ക്ലാസ് തൊട്ട് മാറ്റേണ്ടി വരും. അത് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ മാറ്റാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ആധാർ കാർഡ് മാറ്റാം, പാസ്പോർട്ട് മാറ്റാം, അങ്ങനത്തെ ചില ഡോക്യുമെന്റ് മാറ്റാം, പാൻ കാർഡൊക്കെ. പക്ഷെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമുക്ക് തിരിച്ചുപോയി മാറ്റാൻ പറ്റും, തിരുത്താൻ പറ്റില്ല. അപ്പൊ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ഇതും വരും. മഹാരാഷ്ട്ര മാതിരിയുള്ള സംസ്ഥാനങ്ങളിൽ പെൺകുട്ടിയുടെ ഫസ്റ്റ് നെയിം തന്നെ മാറ്റും. അപ്പൊ ആലോചിക്കുക, അവർ ജനിച്ച അവരുടെ അമ്മ അച്ഛൻ ഇട്ട പേരല്ല അവർക്ക് പിന്നെ വരാൻ പോകും. ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരാൾക്ക് ഒരു അഡ്രസ്സിൽ 400 ഫാമിലികൾ ജീവിക്കുന്നു. ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി 435 കുട്ടികളുണ്ട്. ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ചെക്ക് ചെയ്യണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മമതാ ബാനർജിയുടെ അടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ച A ക്ലാസും B ക്ലാസ് ഓഫീസേഴ്സിന് മമതാ ബാനർജി കൊടുത്തില്ല. അവർ 1000 പേര് ചോദിച്ചാൽ മമതാ ബാനർജി 100 പേരെ കൊടുത്തു. അങ്ങനെ ഉണ്ടായി. അവസാനം ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ആൾക്കാരെ ഇറക്കി. ഇപ്പൊ അത് മാത്രമല്ല, ഒഡീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നുള്ള ജഡ്ജസ്, ഈവൻ ജാർഖണ്ഡിൽ നിന്നുള്ള ജഡ്ജന്മാരെ ഒക്കെ ഇങ്ങോട്ട് മാറ്റുകയാണ്. കൽക്കട്ടയ്ക്ക് കൊണ്ടുവന്ന് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ജഡ്ജിമാരെ പുറത്തുള്ള സ്റ്റേറ്റ്സ് നിന്ന് കൊണ്ടുവരുമ്പോ എത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിരിക്കും സർ ഈ ഒരു പ്രക്രിയ? നല്ല ട്രാൻസ്പെറന്റ് ആയിരിക്കും. ബിക്കോസ് ജഡ്ജിമാർ അറ്റ്ലീസ്റ്റ് കറപ്റ്റ് അല്ല. ആ ഒരു കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആയിരിക്കും. എവിടെ പറ്റിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജൂനിയർ ഓഫീസേഴ്സിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെപ്യൂട്ടിയും പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് സ്റ്റാഫ് ഉണ്ടാവില്ല. അവരുടെ അടുത്ത് ഒരു മിനിമം സ്റ്റാഫേ ഉണ്ടാവുള്ളൂ. എന്ത് കാര്യത്തിനും എല്ലാത്തിനും സ്കൂളിലെ ടീച്ചർമാര്, ബാങ്ക് എംപ്ലോയീസ്, അല്ലെ സർക്കാർ ജീവനക്കാർ, അംഗൻവാടി വർക്കേഴ്സ്, ഇവരൊക്കെയാണ് ഓരോ ഇലക്ഷൻ പരിപാടിക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു കാണും. SIR നോക്കാം, അവരെയാണ് വിടുക. പഞ്ചായത്ത് ഓഫീസിലുള്ള ആൾക്കാരെ അവർ ചിലപ്പോൾ അവിടുത്തെ ലോക്കൽ പാർട്ടിയുടെ മെമ്പേഴ്സ് ആയിരിക്കും. അതാ ഉണ്ടായത് അവിടെ. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പാർട്ടി വർക്കർ അവിടുത്തെ ഒരു B ക്ലാസ് ഓഫീസർ ആയിരുന്നു. അയാൾ എന്ത് ചെയ്തു, അവിടുത്തെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇയാൾ ഡാറ്റയൊക്കെ എൻട്രി ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ഓരോ ഫോം വരുമ്പോൾ അതിന്റെ എൻട്രി ചെയ്തിട്ട് അതിന് സ്കാൻ ചെയ്തിട്ട് അയക്കണം. ആ ഡാറ്റ ഇയാൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവിന് കൊടുത്തു. അയാൾ ആയിരക്കണക്കിന് പേരുകൾ അടിച്ചു കയറ്റി. അയാളെ സസ്പെൻഡ് ചെയ്യണം എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓർഡർ കൊടുത്തപ്പോ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അയാളെ സസ്പെൻഡ് ചെയ്തില്ല. 3 പേരുണ്ടായിരുന്നു, 3 പേര് സസ്പെൻഡ് ചെയ്തില്ല. അവരെ പാർട്ടിക്കാരാണ് അവരെ. അവസാനം സുപ്രീം കോടതി വരെ പിന്നെയും പോകേണ്ടി. സുപ്രീം കോടതി പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ അവർ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്ന കാരണം ഇപ്പൊ ജഡ്ജിമാരെ കൊണ്ടുവന്ന് ആ ജഡ്ജിമാർ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഇപ്പൊ കൽക്കട്ട ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് പറയുന്നത് 84 ദിവസം എടുക്കുന്നെന്ന് പറയുന്നു ഇത് പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യാൻ. ഇന്നലെയാണ്, മിഞ്ഞാന്നാണ് തുടങ്ങിയത്, തിങ്കളാഴ്ച. 84 ദിവസം എന്ന് പറയുമ്പോൾ ടെക്നിക്കലി ഓൾമോസ്റ്റ് ഒരു 2.5 മാസം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എലക്ഷൻ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ എലക്ഷന്റെ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന ദിവസം വരെ ചില ചാനലുകൾ തെറ്റായിട്ട് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ചില ചാനലുകൾ പറഞ്ഞു ഇത് വോട്ടിങ്ങിന്റെ ദിവസം വരെ ഇല്ല, വോട്ടിങ്ങിന്റെ ദിവസം വരെ പറ്റില്ല. ഇത് നോമിനേഷൻസ് ക്ലോസ് ചെയ്യുന്ന ദിവസം വരെ, കാൻഡിഡേറ്റ് നോമിനേഷൻ ക്ലോസ് ചെയ്യുന്ന ദിവസം വരെ ഈ പ്രക്രിയ തുടങ്ങാം. ഫൈനൽ വോട്ടർ ലിസ്റ്റ് അന്നാണ് പബ്ലിഷ് ആവുക. ഫസ്റ്റ് വോട്ടർ ലിസ്റ്റ് ഈ 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി പബ്ലിഷ് ചെയ്യും. ആദ്യം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞു, ഇത് മാത്രമേ ബാക്കിയുള്ളൂ വെസ്റ്റ് ബംഗാൾ. ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഇതിൽ മിസ്സായ ആൾക്കാരൊക്കെ
ഓൾറെഡി ജുഡീഷ്യൽ പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഘട്ടഘട്ടമായിട്ട് മേ ബി മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഒരു ലിസ്റ്റ് വരും, അപ്ഡേറ്റഡ് ലിസ്റ്റ്. പിന്നെ ഒരു മാർച്ച് 15-ാം തീയതി വേറൊരു അപ്ഡേറ്റഡ് ലിസ്റ്റ് വരും. അങ്ങനെ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്ത് വരും. ഇപ്പോൾ ഉള്ള ഒരു ഡാറ്റ പ്രകാരം 54 ലക്ഷം പേരെ ലിസ്റ്റിൽ നിന്ന് മാറ്റി 1,20,00,000 പേരാണ് ഈ ഡൗട്ട്ഫുൾ കാറ്റഗറിയിൽ കിടക്കുന്നത്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി. അതിലും ഒരു 50% എന്തായാലും ലിസ്റ്റിൽ നിന്ന് പുറത്താവും. അതിൻ്റെ അകത്ത് 1 കോടി ആൾക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവും. അതാണ് മമതാ ബാനർജിക്ക് ഏറ്റവും വലിയ പേടി. ബീഹാറിൽ ഉണ്ടായ മാതിരി തന്നെ ഞാൻ RJD ജയിക്കും എന്ന് പറഞ്ഞ അവസാനം BJP ജയിച്ചപ്പോൾ അതിന്റെ കാരണം അതായിരുന്നു. കള്ള വോട്ടുകളെല്ലാം പോയി. കള്ള വോട്ടുകൾ ഇല്ലാണ്ട് ജയിക്കാൻ പറ്റില്ല. അതാണ് വരാൻ പോകുന്ന പ്രോബ്ലം. ഈവൻ കേരളത്തിൽ പക്ഷെ വളരെ കുറവാണ്. 8 ലക്ഷം ഇസ് നത്തിങ് നോക്കണം. നമ്മുടെ മുഖ്യമന്ത്രി കസേര ഇനി മമതാ ബാനർജി സ്വപ്നം പോലും കാണേണ്ടെന്നാണ് അർത്ഥം. പറയാൻ പറ്റില്ല. ഇത് ഓൾ ഡിപ്പെൻസ് ലാസ്റ്റ് മിനിറ്റിൽ എന്താ വോട്ടിംഗ് നടക്കാൻ പോകുന്നത്. മുസ്ലിംസ് ആർക്ക് വേണ്ട വോട്ട് ചെയ്യുക? കോൺഗ്രസിന് വോട്ട് ചെയ്യോ, അതോ CPM-ന് വോട്ട് ചെയ്യോ, അതോ മമതാ ബാനർജിക്ക് വോട്ട് ചെയ്യോ? മമതാ ബാനർജി കോടതി പോകാൻ കാരണം അതായിരുന്നല്ലോ. സുപ്രീം കോടതി പോയിട്ട് ആർഗ്യൂ ചെയ്യാൻ അവർക്കൊരു അധികാരം ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതി പോട്ടെ എന്നിട്ട് അവരൊരു ലോ പഠിച്ച് പാസ്സായ ആളാണെന്ന് വെച്ചിട്ട് അവരെ കോട്ടൊക്കെ ഇട്ടിട്ട് വരാൻ സമ്മതിച്ചു. പക്ഷെ അവർ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് മുസ്ലിംസ് കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല, ഞാൻ കണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ പോയി വാദിച്ചു, ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്, അപ്പൊ എനിക്ക് വോട്ട് ചെയ്യണം. ഇതാണ് മമതാ ബാനർജി. അവര് ആ കേസ് മമതാ ബാനർജി തോറ്റു. പക്ഷെ അത് അങ്ങനെ പറയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ട അവിടെ പോയി ഞാൻ ഫൈറ്റ് ചെയ്തു, അത് കാരണം എനിക്ക് വോട്ട് കിട്ടും. നമുക്ക് കണ്ടറിയണം ഇനി അടുത്ത ഈ 28-ാം തീയതി ലിസ്റ്റിൽ എത്ര പേര് വോട്ടിംഗ് ലിസ്റ്റിൽ ഉണ്ടാവും. വെസ്റ്റ് ബംഗാളിൽ, ഗുജറാത്തിലെ മാതിരി 2 കോടിയോ 2.5 കോടി ആൾക്കാർ പോവോ, അതോ തമിഴ്നാട്ടിൽ മാതിരി 70 ലക്ഷം പോകും, അതോ ബീഹാറിലെ മാതിരി 68 ലക്ഷം പേര് കാണാനുണ്ടാവും. ഇതാണ് നമുക്കറിയേണ്ടത്.